ഹായ്. ഒരിക്കൽ ഒരു അധ്യാപകൻ ക്ലാസ് റൂമിലേക്ക് വന്ന് കുട്ടികളോട് പുതിയ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് ₹1 കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി ഒരു ചെറിയ കള്ളത്തരം പറയുമോ എന്ന് ചോദിച്ചു. കുട്ടികൾ എല്ലാവരും കൂടി ഒറ്റ സ്വരത്തിൽ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ കളവ് പറയുകയില്ല എന്ന് പറഞ്ഞു. ഉടനെ അധ്യാപകൻ പറഞ്ഞു, നിങ്ങൾക്ക് ₹10 കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഒരു ചെറിയ കള്ളത്തരം പറയുമോ എന്ന് ചോദിച്ചു. ഇല്ല, ഞങ്ങൾ കള്ളത്തരം പറയുകയില്ല എന്ന് കുട്ടികൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു. എങ്കിൽ അധ്യാപകൻ ചോദിച്ചു, എങ്കിൽ ഒരു ₹100 കിട്ടുകയാണെങ്കിൽ ആ രൂപ കിട്ടുവാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിൽ നിങ്ങളൊരു ചെറിയ കള്ളത്തരം പറയുകയില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴും കുട്ടികൾ കുറച്ച് സ്വരം താഴ്ത്തിയിട്ടാണെങ്കിലും പറഞ്ഞു, ഇല്ല, ഞങ്ങൾ കള്ളത്തരം പറയുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അധ്യാപകൻ ചോദിച്ചു, എങ്കിൽ നിങ്ങൾക്ക് ₹1000 കിട്ടും. എങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ കള്ളത്തരം പറഞ്ഞാൽ ₹1000 കിട്ടും. അത് നിങ്ങൾ കള്ളത്തരം പറയുകയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതിൽ പകുതി പേരും ഒന്നും മിണ്ടിയില്ല. പകുതി പേര് പറഞ്ഞു, ഇല്ല, കള്ളത്തരം പറയുകയില്ല എന്ന് പറഞ്ഞു. വീണ്ടും അധ്യാപകൻ പറഞ്ഞു, 1000 അല്ല, ഇനി ഒരു ₹10000 കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഒരു ചെറിയ കള്ളത്തരം പറഞ്ഞാൽ ₹10000 കിട്ടും. എന്നാൽ നിങ്ങൾ പറയുകയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ കുറേ കുട്ടികൾ, 8-10 കുട്ടികൾ ഒഴികെ ബാക്കി എല്ലാ കുട്ടികളും മിണ്ടിയില്ല. 8-10 കുട്ടികൾ അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ കള്ളത്തരം പറയുകയില്ല എന്ന് പറഞ്ഞു. വീണ്ടും അധ്യാപകൻ ചോദിച്ചു, ₹1,00,000 കിട്ടുകയാണെങ്കിൽ ഒരു ചെറിയ കള്ളത്തരം പറഞ്ഞാൽ ₹1,00,000 കിട്ടുകയാണെങ്കിൽ ആരാണെങ്കിലും പറഞ്ഞു, നിങ്ങൾ പറയുകയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എപ്പോഴും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കുട്ടി മാത്രം ഉച്ചത്തിൽ പറഞ്ഞു, ഇല്ല, ഞാൻ കള്ളത്തരം പറയുകയില്ല എന്ന് പറഞ്ഞു. ഉടനെ അധ്യാപകൻ ആ കുട്ടിയെ അടുത്ത് വിളിച്ചു, നീ എന്തുകൊണ്ടാണ് ഒരു ചെറിയ കള്ളത്തരം പറഞ്ഞാൽ ₹1,00,000 കിട്ടുന്നത്? അത് പറഞ്ഞുകൊണ്ടൊരു കുഴപ്പമില്ല. എന്നാൽ നീ എന്താണ് പൈസ വേണ്ട എന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു. ഉടനെ ആ കുട്ടി പറഞ്ഞു, സാർ, ₹1,00,000 കിട്ടിയാൽ ആ ₹1,00,000 വേഗം എങ്ങനെയെങ്കിലും അങ്ങ് തീർന്നു പോകും. പക്ഷേ നമ്മൾ ആ പറഞ്ഞ കള്ളത്തരം അത് ജീവനുള്ളിടത്തോളം കാലം നിലനിൽക്കും. അതുകൊണ്ട് ഞാൻ കള്ളത്തരം പറയുകയില്ല. ഇങ്ങനെയാണ് എൻ്റെ അച്ഛനമ്മമാർ എന്നെ പഠിപ്പിച്ചു വിട്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ അധ്യാപകൻ കുട്ടികളായിട്ട് പറഞ്ഞു, ഈ കുട്ടി പറഞ്ഞത് നിങ്ങൾ കേട്ടോ? ആ കുട്ടിയുടെ അച്ഛനും അമ്മയും പഠിപ്പിച്ചു വിട്ടത് ഇങ്ങനെയാണ്. അതായത് ഒരു കുട്ടിയുടെ ഏറ്റവും ആദ്യത്തെ ഗുരുനാഥന്മാരാണ് അവരുടെ അച്ഛനും അമ്മയും. ആ അച്ഛനും അമ്മയും പറയുന്നത് കേട്ട് വളർന്നാൽ അവർക്ക് ഒരിക്കലും ഒരു ദോഷവും ഉണ്ടാവുകയില്ല. ആ കുട്ടി അതിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്തു. അതുകൊണ്ട് 1,00,000 അല്ല, ഇനിയിപ്പോൾ 100,00,000 കിട്ടിയാലും കള്ളത്തരം പറയില്ലെന്ന് ആ കുട്ടി അങ്ങ് ഉറച്ച് വിശ്വസിക്കുന്നു. നമുക്കെല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കണം. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്യണം. ഈ കുട്ടി, നിങ്ങളുടെ സുഹൃത്തായ ഈ കുട്ടിയുടെ ഈ അഭിപ്രായത്തോട് എത്ര പേർ അനുകൂലിക്കുന്നുണ്ട് ഒന്ന് കൈ പൊക്കാവാൻ പറഞ്ഞു. ഉടനെ എല്ലാവരും എണീച്ച് നിന്ന് കൈ ഉയർത്തി. നോക്കുമ്പോൾ ആരും കൈ ഉയർത്താതിരിക്കുന്നില്ല. ഒരു നല്ല ആശയം കേട്ടാൽ, നല്ലൊരു അറിവ് കിട്ടിയാൽ അത് സ്വീകരിക്കാനുള്ള മനസ്സ് അധ്യാപകൻ ആ കുട്ടികളെ വാനോളം പുകഴ്ത്തി. നിങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെ വേണം. എല്ലാവരും അച്ഛനമ്മമാർ പറയുന്നതും അനുസരിക്കണം. മാതാപിതാ ഗുരു ദൈവം എന്നാണ്. ആദ്യത്തെ ദൈവം മാതാവും പിതാവുമാണ്. രണ്ടാമത്തെ ദൈവം ഗുരുവാണ്. മൂന്നാമതേ ദൈവം വരുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അമ്മമാരും അച്ഛനും പറയുന്നത് അനുസരിച്ച് ജീവിച്ച്, അധ്യാപകരും പറയുന്നതനുസരിച്ച് ജീവിച്ച് നല്ല കുട്ടികളായി ജീവിക്കണമെന്ന് ആ അധ്യാപകൻ കുട്ടികളോടായിട്ട് പറഞ്ഞു. കുട്ടികൾ അങ്ങനെ തന്നെ ശരി സാർ എന്ന് പറഞ്ഞ് സാറിന് അഭിനന്ദനം അർപ്പിച്ചു.